നോമ്പുതുറ സമയത്ത് ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് ഈ കൂൾ ഡ്രിങ്ക്സ്. ഈ കൂൾ ഡ്രിങ്ക്സ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ തണ്ണിമത്തനും അതുപോലെ തന്നെ ഒരു ആപ്പിളുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് തണ്ണിമത്തനാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആപ്പിൾ തൊലിയൊക്കെ ചെത്തി അതും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ ആപ്പിൾ ഞാനിത് ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തണ്ണിമത്തനും കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഹാഫ് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര തികച്ചും ഓപ്ഷണലാണ്, കാരണം നമ്മുടെ തണ്ണിമത്തലും അതുപോലെ തന്നെ ആപ്പിളൊക്കെ നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് പഞ്ചസാര തികച്ചും ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തപ്പോൾ അതിൽ ഞാൻ ഏലക്ക കൂടി പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഒരു ഏലക്ക മതി കേട്ടോ, കൂടുതലായ ഏലക്കയുടെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കും. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ്, നമ്മുടെ തേനാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മുടെ വത്തക്കയിലും അതുപോലെ തന്നെ ആപ്പിളും ഒക്കെ ജലാംശമുള്ളതാണ്. ഒന്ന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ജ്യൂസ് ഇവിടെ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളതൊക്കെ തന്നെ. നോമ്പുതുറ സമയത്ത് മാത്രമല്ല, അല്ലാതെ എല്ലായ്പ്പോഴും കുടിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്കിതിൽ കൂൾ വാട്ടറോ അതുപോലെ തന്നെ ഐസ് ക്യൂബോ വെച്ചും ഈ ജ്യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. തണ്ണിമത്തനും ആപ്പിളൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഇതുപോലെയൊന്ന് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തണ്ണിമത്തനിൽ ധാരാളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ തണ്ണിമത്തൻ അങ്ങനെ തന്നെ കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കുകയോ ചെയ്യാവുന്നതാണ്. ആപ്പിളായാലും തണ്ണിമത്തനായാലും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ തന്നെ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.